4 മാസം മുമ്പ് മരണപ്പെട്ട അന്ന സെബാസ്റ്റ്യൻ എന്ന ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ഒരു തൊഴിലാളി. ഈ മരണപ്പെട്ട തൊഴിലാളിയുടെ അമ്മ എഴുതിയ ഒരു കത്ത്, കമ്പനി മേധാവിക്ക് എഴുതിയ കത്ത് വൈറലാവുകയും അതിനെ തുടർന്ന് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ ആധികാരികമായി നമ്മോട് സംസാരിക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഫ്സൽ മൂസ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അത് കാരണം ഉണ്ടായി വരുന്ന ജീവനഷ്ടം വരെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അവിടെയുള്ള തൊഴിലാളികൾ അവരുടെ ഒരു എംപ്ലോയി വെൽബീയിങ്, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളാണ് എന്നൊന്ന് വിശദീകരിച്ച് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, നമ്മൾ WHO ഒരു കണക്ക് നോക്കുവാണെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ്റെ 60% ആളുകൾ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ വർക്കിംഗ് എൻവിറോൺമെൻറ്റിലാണ്. അപ്പം 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ. അപ്പോൾ നമ്മളെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ തൊഴിലിടങ്ങളിലാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പം തീർച്ചയായിട്ടും അവിടങ്ങളിൽ ആളുകൾക്ക് ഉണ്ടാവേണ്ട വെൽബീയിങ് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അവരുടെ മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെയും ആരോഗ്യം, അത് മാനസികാരോഗ്യമാവട്ടെ ശാരീരികാരോഗ്യമാവട്ടെ, അതിലേക്കൊക്കെ നയിക്കുന്നത് അവിടങ്ങളിൽ നിന്ന് എത്രത്തോളം അവർക്ക് ഒരു വെൽനെസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതെ, ഇപ്പോൾ ഒരു തൊഴിലാളിയിൽ നിന്ന് ഒരു തൊഴിലാളിക്ക് ആ സ്ഥാപനത്തിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ഡെഡ് ലൈൻ കീപ്പ് ചെയ്യേണ്ടി വരും. കോർപ്പറേറ്റ് കമ്പനികളിലാവുമ്പോൾ ആ ഒരു മത്സരം കൂടി വരും. ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാറിന് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കാൻ അറിയാൻ തോന്നുന്നു. ഓക്കെ, ഒന്ന്, നമ്മളുടെ ഈ ഒരു ലോകത്തിൻ്റെ വേഗത വളരെയധികം കൂടിയൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ആളുകളെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ ഇപ്പം 2016 അവരൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 11.6 ആളുകൾക്ക് മാനസിക രോഗാവസ്ഥ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി. അപ്പോൾ അത് കൂടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 100 പേരുണ്ടെങ്കിൽ 11 പേർക്കും മാനസിക രോഗമുണ്ട്. 11-ലധികം ആളുകൾക്ക് രോഗാവസ്ഥ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രോഗാവസ്ഥ ഇല്ലാത്ത, അതിൻ്റെ സിംറ്റംസ് ഉള്ള ആളുകൾ ഒരുപക്ഷെ അതിനേക്കാട്ടിലും കൂടുതലുണ്ടാവും. അതില്ലാത്ത നോർമലായിട്ടുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് പ്രഷർ, ഇതേപോലെ സ്ട്രെസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു വർക്ക് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മരണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ അവിടെ നമ്മുടെ ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന ഈ യുവതി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണ ചിലരൊക്കെ നമ്മുടെ ഇപ്പോൾ കേരള പോലീസിലാണെങ്കിലും ഈ വർക്ക് പ്രഷർ കാരണമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളിലടക്കം പുതിയ നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് അധിക ജോലിഭാരം വരികയും സമ്മർദ്ദം കൂടുന്നതിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു മാനസികമായ പ്രശ്നമായി മാറുന്നു ചില സമയത്ത്. ചിലർ ഇപ്പോൾ ഈ കഴിഞ്ഞ സംഭവത്തിലാണെങ്കിൽ അത് അറ്റാക്കിലേക്ക് വരെ നയിക്കുന്നു, ഫിസിക്കൽ പ്രോബ്ലമായി മാറുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? പല കാരണങ്ങളുണ്ട്. അപ്പം അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ആണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു വർക്ക് പ്രഷർ, സ്ട്രെസ്സ്, ബേൺഔട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയത നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹോർമോൺ ഉണ്ട്, നമ്മൾ കോർട്ടിസോൾ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ പറയും.
അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോർമോൺ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ സമയം നിലനിൽക്കുന്നതിനനുസരിച്ചിട്ട് അത് നമ്മളുടെ മാനസികാരോഗ്യത്തിനെയും ശാരീരിക ആരോഗ്യത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പം മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ചില ആളുകൾക്ക് വളരെ ലോ മൂഡായിരിക്കും. അതല്ലെങ്കിൽ ആളുകളുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി, നമ്മൾ ശ്രദ്ധ, അല്ലെങ്കിൽ ആളുടെ ഇമോഷൻസ്, ഇതിനൊക്കെ കോൺസെൻട്രേഷൻ, ഇതിനൊക്കെ എന്ത് ചെയ്യും? ഇത് ബാധിക്കും. ഇനിയിപ്പോൾ ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രെസ്സ് ഡയറക്റ്റ്ലി നമ്മളുടെ കാർഡിയാക് ഫങ്ഷൻസിനെ വരെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരുപാട് പഠനങ്ങൾ കുറേ കാലങ്ങളായിട്ട് നിലവിലുണ്ട്. പക്ഷെ നമ്മളിപ്പോഴാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്, മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷമം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ, ഇപ്പം പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും നിങ്ങളും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഭയങ്കര ഗ്യാസ്ട്രൈറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് ഗ്യാസാണ്, അല്ലെങ്കിൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുക ഈ ഒരു ബ്രെയിൻ ഗട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ ഒരു സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഗ്യാസിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ എടുക്കും. അവരുടെ കോറായിട്ടുള്ള പ്രശ്നം അവർ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ നെഗ്ലക്റ്റ് ചെയ്തതെല്ലാം ഇങ്ങനെ പൈലപ്പ് ചെയ്ത് അവസാനം ഇതെന്ത് ചെയ്യും? പല സിവിയറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനിലേക്കോ ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷനിലേക്കോ, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് പോലെയുള്ള അതിൻ്റെ ഏറ്റവും അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ ആളുകളെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഗുരുതരമാണ് കാര്യങ്ങൾ. ശരിക്കും ഇങ്ങനെയുള്ള ഒരു തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന സമയത്ത് ആ സംസ്കാരം തന്നെ മാറ്റേണ്ടി വരും എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ വർക്ക് കൾച്ചർ, ആ ഒരു തൊഴിലാളികളെ അവർക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള, പ്രോഫിറ്റിനേക്കാൾ തൊഴിലാളികൾക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതകളൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും അവരുടേതായ HR പോളിസികൾ ഉണ്ടാവും. ഇപ്പോൾ ആ HR പോളിസികളിൽ തൊഴിലാളികൾക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ സേഫ്റ്റി, അവരുടെ മുൻഗണന, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. പക്ഷേ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണല്ലോ പ്രശ്നം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകും, കമ്പനി നിയമങ്ങൾ ഉണ്ടാകും, തൊഴിൽ നിയമങ്ങൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ സർക്കാർ തലത്തിൽ നിന്ന് ഇതിനുള്ള ഇന്റർവെൻഷൻ നിലവിൽ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്വാഭാവികമായും തൊഴിൽ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസിന്റെ അടിസ്ഥാനത്തിൽ. സ്വാഭാവികമായും പുതിയ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ നിലവിൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇതുതന്നെയാണോ വേണ്ടതെന്ന് നമ്മളെല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിയമങ്ങളുണ്ട്, നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള മാത്രം പ്രശ്നമല്ല, നിയമങ്ങൾ ഇനിയും രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ പോലും പാലിക്കാത്ത അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല, നിയമങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇതുപോലത്തെ പിന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പം പല രാജ്യങ്ങളും ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നേരത്തെ പിന്നെ നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, എംപ്ലോയിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് റാദർ ദാൻ പ്രോഫിറ്റ്. ആക്ച്വലി എംപ്ലോയിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ മൾട്ടിനാഷണൽ കമ്പനീസും ഒരുപാട് ഇപ്പം കമ്പനികളൊക്കെ ആളുകളുടെ എംപ്ലോയിക്ക് വെൽബീയിങ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വ്യാപകമായി കൊടുത്തു തുടങ്ങുന്നത് ഈ ഇടത്താണ്. അപ്പം
ചില മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ഫേമുകൾ 10 മില്യൺ ദിർഹംസൊക്കെയാണ് എംപ്ലോയി വെൽനസ് പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത്, ചിലവഴിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ഭാഗത്തുണ്ട്. അതേസമയം ചില പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന അമേരിക്കയിലടക്കം ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ കമ്പനികളുടെ പ്രഷർ മൂലം അവരുടെ ഹ്യൂമൻ റിസോഴ്സിൽ ഉണ്ടാകുന്ന അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് അടക്കം നമ്മളെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് അവരുടെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ബേർഡനാണ്, രാജ്യത്തിൻ്റെ ബേർഡനാണ്. അപ്പോൾ നമ്മൾ അത് ഏതൊരു ഇത് നോക്കുന്ന സമയത്തും പ്രൊഡക്ടിവിറ്റി കുറയുന്ന സാഹചര്യങ്ങളിലേക്ക് ആളുകളെ തള്ളിവിടുന്ന സമയത്ത്, ലോഞ്ചിറ്റബിലിറ്റി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യാണ്, ആൾക്ക് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ആളുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കുറയും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ കമ്പനിയുടെ ലാഭം എന്താണ് ചെയ്യുന്നത്, ലോഞ്ചിറ്റ്യൂഡിനലി നോക്കുന്ന സമയത്ത് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പകരം ആൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ആളുടെ ഒരു ഹോളിസ്റ്റിക് വെൽബീയിങ്ങും ഗ്രോത്തും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആൾ വളരുന്നതോടൊപ്പം തന്നെ കമ്പനിയും എന്താണ് ചെയ്യുക, വളരുകയാണ് ചെയ്യുക. ഇപ്പോൾ EY പോലുള്ള അതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ഫീൽഡ് ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഡ്രീം ജോബാണ്. അവർ പഠനകാലത്ത് തന്നെ അത് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ വരുന്നത് തന്നെ. ഇപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാലൻറ്റ് മൈൻഡുകളാണ് ഇവിടേക്കൊക്കെ എത്തിച്ചേരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഇപ്പോൾ ഈ മരണപ്പെട്ട കേസിലാണെങ്കിലും ഫ്രഷറായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് ഇതുപോലുള്ള പ്രഷറുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരു തൊഴിലാളി എന്ന നിലയിൽ അവർ സ്വീകരിക്കേണ്ട, ഇപ്പോൾ ഈ നമ്മുടെ മരണപ്പെട്ട അന്നയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലും അമ്മ പറയുന്നുണ്ട് കത്തിലൂടെ, അന്ന ഭയങ്കര ചാലഞ്ചിങ് മൈൻഡുള്ള ഒരാളാണ്. മേലുദ്യോഗസ്ഥന്മാർ എന്ത് തന്നാലും നോ പറയാതെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ബർഡനായി ഏറ്റെടുത്ത് അതൊക്കെ ഡെഡ് ലൈനിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വാശി, ആ ഒരു വാശിയിലാണ് ചെയ്തിരുന്നതെന്നാണ്. ചിലപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാവുമല്ലോ, ഒരു ഓവർ എന്താ പറയുക ബേർഡനായി വരുന്നൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫ്രഷറായി ജോയിൻ ചെയ്യുന്ന ഒരു തൊഴിലാളി ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാർ ഇങ്ങനെ ഉള്ളവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു വിദഗ്ധാഭിപ്രായം അറിയിക്കേണ്ടത്. ഒന്ന്, നമ്മളെപ്പോഴും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് നോക്കുന്ന സമയത്ത് ആളുടെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ, WHO പറയുന്ന ലൈഫ് സ്കില്ലുകൾ എത്രത്തോളം ആൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ഇനീഷ്യലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അസർട്ടീവ്നെസ് സ്കില്ലെന്ന് പറയും. അതായത് തനിക്ക് എത്രത്തോളം പറ്റും, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ നോ പറയേണ്ട സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് മറ്റൊരാൾക്ക് വേദനിപ്പിക്കാതെ നോ പറയാനുള്ള കഴിവിനെയാണ് നമ്മൾ അസർട്ടീവ്നെസ് എന്ന് പറയുക. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കഴിവുകൾ നമ്മളുടെ പുതുതലമുറയിലുള്ള ആളുകൾ ലാക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം. അതൊരു വർക്ക് ലൈഫിൽ നിന്ന് മാത്രമല്ല, അവരുടെ സ്കൂൾ തലങ്ങളിൽ മുതൽ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയി വരുന്ന സമയത്ത് HR പോളിസി പലപ്പോഴും പേപ്പറുകളിൽ ഒതുങ്ങുന്ന ഒരു മാത്രമായി ഒതുങ്ങി പോകരുത്. അപ്പോഴും ആ ഒരു ഗ്രോത്തിനുള്ളൊരു സാധ്യതയും ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഇതുകൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ഒരു ഇൻ്റർവെൻഷൻസിനെ ഒതുക്കരുത് എന്നുള്ളതാണ് പിന്നെ പറയാം. പലപ്പോഴും ആ ഒരു ലെവലിൽ മാത്രമേ പല കമ്പനീസ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനെ കാണുന്നുള്ളൂ, എംപ്ലോയീസിന് മാത്രം ട്രെയിനിങ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. അവരുടെ മാനേജേഴ്സ്, അവരുടെ ലീഡേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ചെയർമാൻസ്, ഇങ്ങനെയുള്ള ആളുകൾ വരെ ആ ഒരു ലെവലിലേക്കുള്ള ഒരു ഇൻ്റർവെൻഷൻ. ഇപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോഴും ഇൻഡിവിജ്വലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് അല്ല കൊടുക്കുക. അപ്പോൾ നമ്മളൊരു റെസിലിയൻസ് ബിൽഡിംഗ് എന്നുള്ളൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിൻ്റെ മാത്രം ഒരു വെൽബീയിങ് അല്ല, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുകയല്ല ചെയ്യുക, ഓർഗനൈസേഷൻ്റെ റെസിലിയൻസ് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക നോക്കിക്കാണുക. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 100 പേരുള്ള കമ്പനിയാണെങ്കിൽ അതിൽ ഏകദേശം 11 പേര് കേരളത്തിൽ, ഒരു ഇൻ്റർനാഷണലി നോക്കുന്ന സമയത്ത് ഒരു 15 പേര് ഒരു മാനസിക രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ലിവിഡ് എക്സ്പീരിയൻസ് ഉള്ള നേരത്തെ മാനസിക രോഗാവസ്ഥ ഉള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഇൻ്റർവെൻഷൻസ് എടുക്കാൻ പിന്നെ കമ്പനികൾ അനുവദിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് തെറാപ്പിക്ക് പോകണം,
ആഴ്ചയിൽ ഒരിക്കലും 1 മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം വർക്ക് സമയത്തായിരിക്കും പലപ്പോഴും സെഷൻ ഉണ്ടാവുക. മാനേജർ ഇതിന് പിന്നെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർവെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം വരിക എന്ന് പറയുമ്പം ആൾ വീണ്ടും എന്താണ് പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. പകരം ഈ മെൻ്റൽ ഹെൽത്ത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം എൻ്റെ കമ്പനിയെ സഹായിക്കും, മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് എൻ്റെ കമ്പനീനെ എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ബോധ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു അവയർനെസ് ഉണ്ടാവുക. പ്രത്യേകിച്ച് മാനേജേഴ്സിനും ടീം ലീഡ്സിനും ഒക്കെ ഒരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ടേക്ക് ആൻ ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യാനും അത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ ബൂസ്റ്റ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി കമ്പനീൻ്റെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇൻഫോസിസിൻ്റെ നാരായൺ മൂർത്തി ആഴ്ചയിൽ 70 ദിവസം ഒക്കെ ആഴ്ചയിൽ 70 മണിക്കൂറൊക്കെ പുതുതായി വരുന്നവർ ജോലി ചെയ്യണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു ടോക്സിക് പോസിറ്റിവിറ്റി പോലുള്ള കൾച്ചറുകൾ കമ്പനികളിൽ ഉണ്ടാകുന്നു. മറുഭാഗത്ത് ആഗോളതലത്തിൽ തന്നെ പിന്നെ തൊഴിലാളികളുടെ മനുഷ്യാവകാശം സംബന്ധിയായ ചർച്ചകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു സംസ്കാരം കൂടുതലായി. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ തന്നെ അവർ മാസത്തിൽ ഇത്ര ദിവസം വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നു. കമ്പനികൾക്കും അതാണ് ലാഭകരം എന്നുള്ള അവസ്ഥ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളടക്കമുള്ളവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ വർക്ക് ഫ്രം ഹോം സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചിലപ്പോൾ താളം തെറ്റുന്ന ഒരു രൂപം ഉണ്ടാവാറുണ്ട്. കാരണം ഓഫീസ് സമയത്തിനേക്കാൾ അധികം ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുക വീട്ടിലാണ്, വീട്ടിന്റെ സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ അവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരു ജീവിത ചിട്ട, അതിനെക്കുറിച്ച് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഇനിയും ഒരുപാട് പഠനങ്ങൾ ആവശ്യമുള്ളൊരു ഏരിയയാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാരണം നമ്മളുടെ പേഴ്സണൽ ലൈഫ്, നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ്, ഇത് രണ്ടാണ്. അതെപ്പോഴും നമ്മൾ നേരത്തെ തുടങ്ങിയത് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ഞാൻ ബൗണ്ടറി വെക്കേണ്ടത് എന്ന് പലപ്പോഴും ഒരു അൺകൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. അതെ, അല്ലെങ്കിൽ അതിന് കൃത്യത ഇല്ലാതെ ആവുന്നത്, അതിൽ ആംബിഗിറ്റി ഉണ്ടാവുന്നതൊക്കെ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ള കടന്നുകയറ്റം പോലും ഈ ഒരു വർക്ക് ഫ്രം ഹോം ചിലപ്പം ഉണ്ടാക്കിയേക്കാം. കൃത്യമായിട്ടുള്ളൊരു സമയം അങ്ങനെയൊന്നും ചിലപ്പോൾ പല സ്ഥലങ്ങളിലും വർക്ക് ഫ്രം ഹോം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അത് കൂടുതൽ പഠനം നടത്തേണ്ട ഒരു ഏരിയ തന്നെയാണ് വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അതെ, അപ്പോൾ ഏതായാലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവതി മരണപ്പെടേണ്ടി വന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച പൊതുമണ്ഡലത്തിലേക്ക് എത്താനും. അതെ, അപ്പോൾ ഏതായാലും തൊഴിൽ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. കമ്പനികളിലെ ഒരു ടോക്സിക് വർക്ക് കൾച്ചറൊക്കെ മാറി തൊഴിലാളികൾക്ക് മുൻഗണന കൊടുക്കുന്ന, തീർച്ചയായും നമുക്ക് ഇത്തരം തൊഴിലാളികൾ വേണം, കമ്പനികൾ വേണം, നമ്മുടെ നാട് വളരണം, എല്ലാം ആവശ്യമാണ്. പക്ഷേ മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവട്ടെ. വളരെ നന്ദി ഞങ്ങളോട് ജോയിൻ ചെയ്തതിന്.